ആദ്യ മത്സരത്തിൽ കോങ്കോയ്ക്കെതിരെ കണ്ട പോർച്ചുഗലിനെയും റോണയുമായിരുന്നില്ല ഉസ്ബെക്കിസ്ഥാനെതിരെ നമ്മൾ കണ്ടത്. താരങ്ങളുടെ പ്രകടനത്തിൽ മാത്രമല്ല മനോഭാവത്തിലും ഉണ്ടായിരുന്നു അടിമുടി മാറ്റം. ലോകോത്തര താരങ്ങൾ കളം നിറയുന്നില്ല എന്ന വിമർശനങ്ങൾക്ക് 6-ാം മിനിറ്റിൽ മറുപടി നൽകി പറങ്കികൾ. റെക്കോർഡിന്റെ സ്വാദുള്ള ഗോളോടെ ക്രിസ്ത്യാനോയുടെ കാലിൽ നിന്നാണ് ആ മനോഹര ഗോൾ പിറന്നത്. അപ്പോ ആ റെക്കോർഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന നേട്ടത്തിലേക്കാണ് റോണോ ത്രസിപ്പിക്കുന്ന ഗോളോടെ എത്തിയത്. അപ്പോ നിങ്ങൾ വിചാരിക്കും മെസ്സി അല്ലേ ആ റെക്കോർഡിന് ഉടമയെന്ന്. എന്നല്ല, മെസ്സി 6 ലോകകപ്പുകളിൽ കളിച്ചിട്ടുണ്ടെങ്കിലും മെസ്സിയുടെ 2-ാം ലോകകപ്പിൽ, അതായത് 2010-ൽ മെസ്സി ഗോൾ നേടിയിട്ടില്ല. എന്നാൽ ക്രിസ്ത്യാനോ കളിച്ച എല്ലാ ലോകകപ്പുകളിലും ഗോൾ നേടിയിട്ടുണ്ട്. ഇനി 6 ലോകകപ്പ് ഗോളുകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. 2006-ലെ ജർമ്മനി ലോകകപ്പിൽ ഇറാനെതിരായ മത്സരത്തിലാണ് റോണോയുടെ കന്നി ലോകകപ്പ് ഗോൾ. പിന്നീട് 2010-ൽ ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണ കൊറിയക്കെതിരെ ഗോൾ നേടി. 2014-ൽ ബ്രസീൽ ലോകകപ്പിലും റോണോ ഗോൾ വേട്ട തുടർന്നു. ഖാനയ്ക്കെതിരായിരുന്നു 3-ാമത്തെ ഗോൾ. റോണോയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഏതാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് 2018-ലെ റഷ്യൻ ലോകകപ്പ്. അന്ന് റോണോ നേടിയത് 4 ഗോളുകളാണ്. സ്പെയിനിനെതിരായ ഹാട്രിക് ഗോൾ നേട്ടം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. ഖത്തർ ലോകകപ്പിൽ പക്ഷേ റോണോയ്ക്ക് നിരാശയായിരുന്നു ഫലം. ഒറ്റ ഗോളെ നേടാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇതിനകം തന്നെ 2 ഗോളുകൾ നേടിക്കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ സ്വന്തമാക്കിയത് ഈ റെക്കോർഡ് മാത്രമല്ല കേട്ടോ. ലോകകപ്പിൽ ഇരട്ട ഗോൾ നേടുന്ന പ്രായം കൂടിയ താരമായി കൂടി റോണോ മാറി. 41 വയസ്സും 138 ദിവസവുമായിരുന്നു ക്രിസ്ത്യാനോയുടെ പ്രായം. കൂടാതെ ലോകകപ്പിൽ ഗോൾ നേടുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരം കൂടിയാണ് റൊണാൾഡോ. കാമറൂണിന്റെ റോജർ മില്ലയാണ് ലോകകപ്പിൽ ഗോൾ നേടുന്ന പ്രായം കൂടിയ താരമെന്ന ഖ്യാതി ഇപ്പോഴും നിലനിർത്തുന്നത്. 1994-ൽ റഷ്യക്കെതിരെ 42 വയസ്സും 39 ദിവസവും പ്രായമുള്ളപ്പോഴാണ് മില്ലയുടെ ഗോൾ പിറന്നത്. മറ്റൊരു റെക്കോർഡ് കൂടി റോണോ തിരുത്തുകയുണ്ടായി. പോർച്ചുഗലിനായി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് ക്രിസ്ത്യാനോ മറികടന്നത്. അതും സാക്ഷാൽ യുസേബിയോയുടെ 60 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ക്രിസ്ത്യാനോ തകർത്തത്. 9 ഗോളായിരുന്നു ബ്ലാക്ക് പാന്തറിന്റെ പേരിലുണ്ടായിരുന്നത്. ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോളുകൾ നേടിയതോടെ റോണോയുടെ ഗോൾ നേട്ടം അങ്ങനെ 10 മാറി. ഇത് കൂടാതെ 1000 കരിയർ ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് കൂടി മുന്നേറുകയാണ് ക്രിസ്ത്യാനോ. ആ നാഴികക്കല്ല് റോണോയ്ക്ക് ആവശ്യം 25 ഗോളുകൾ മാത്രമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് റോണോയെ കുറിച്ചാണ്. ഇനി മത്സരത്തെ കുറിച്ച് കൂടി അറിയണം. അതിന് നമ്മളോടൊപ്പം ഖിലാഫ് അഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ഖിലാഫെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് പറഞ്ഞു, അതിൽ റോണോ തിരുത്തിയ റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു മത്സരം? റോണോയുടെ കാലിൽ നിന്നും പിറന്ന ആ ഇരട്ട ഗോളും ഇന്നലത്തെ പോർച്ചുഗലിന്റെ മത്സരവും. തീർച്ചയായും ചെയ്തോ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശാജനകമായ തുടക്കമായിരുന്നു കോങ്കോക്കെതിരെ ഉണ്ടായത്. ആ ഒരു മത്സരത്തിന് ഒരു വിമർശകർക്കെല്ലാമുള്ള ഒരു മറുപടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു മത്സരം, അതായത് ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള മത്സരം ഉണ്ടായത്. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യ മത്സരത്തിൽ പഴികേട്ട മധ്യനിരയും അതേപോലെ തന്നെ ടീമിലെ പടലപ്പിണക്കുകളൊക്കെ അവസാനിച്ചു എന്ന രീതിയിലുള്ള തന്നെ പ്രകടനങ്ങളായിരുന്നു മൈതാനത്ത് പോർച്ചുഗീസ് താരങ്ങൾ കാഴ്ചവെച്ചത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു അത്യുഗ്രൻ ഷോട്ടുകളിലൂടെയാണ് പോർച്ചുഗീസ് താരങ്ങൾ ഓരോ ഗോളുകളും നേടിയത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആദ്യ പകുതിയിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വല കുലുക്കാനായി അത് 2 ഗോളുകൾ ആദ്യ പകുതിയിൽ തന്നെ പിറന്നുകയും ചെയ്തു. അതിൽ 2-ാം മിനിറ്റിൽ തന്നെ ആദ്യ ക്രോസുകളിലൂടെ ഉസ്ബെക്കിസ്ഥാൻ ഗോൾ മുഖത്തേക്ക് എത്തുകയും 6-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗലിനായി വല കുലുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആവുകയും ചെയ്തു. തൊട്ട് പിന്നാലെ 17-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലൂടെ എല്ലാവരും വിചാരിച്ചത് ആ ഒരു ഫ്രീ കിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എടുക്കുമെന്നാണ്. എന്നാൽ അതിനേക്കാളുടെ മേളിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതേപോലെ തന്നെ പരിശീലകരും പോർച്ചുഗീസ് താരങ്ങളും ചിന്തിച്ചത്. അതിന് പകരം CR7 പകരം ആ ഒരു ഫ്രീ കിക്ക് എടുത്തത് ന്യൂനോ മെൻഡിസ് ആയിരുന്നു. ന്യൂനോ മെൻഡിസിനെ ലക്ഷ്യം തെറ്റിയില്ല. കൃത്യമായി തന്നെ ആ ഒരു വലയിലേക്ക് തന്നെ 17-ാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ പോർച്ചുഗലിനെതിരെ 2 ഗോളിന് മുന്നിലെത്തിക്കാൻ സാധിച്ചു. തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ വല കുലുക്കുന്നു. ആ ഒരു വല കുലുക്കലോടെ ഒരു റെക്കോർഡും കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കുകയും ചെയ്തു. അത് പോർച്ചുഗലിനായി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം
ഒപ്പം തന്നെ ഇരട്ട ഗോളുകൾ നേടുന്ന പ്രായം കൂടിയ താരം എന്നീ 2 റെക്കോർഡുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാമത്തെ ഗോളോടെ നേടിയത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് രണ്ടാം പകുതിയിലാണ് പിന്നീട് ഒരു ഗോൾ പിറക്കുന്നത്. അതൊരു ഓൺ ഗോളിലൂടെയായിരുന്നു 4ാം ഗോൾ പിറന്നത്. 5ാം ഗോൾ എന്നാൽ അതിന് നേരെ തിരിച്ചായിരുന്നു. ഒരു മികച്ച ഷോട്ടിലൂടെ തന്നെ പോർച്ചുഗൽ താരത്തിന് ആ ഒരു ഗോൾ ഫിനിഷ് ചെയ്യാനും സാധിച്ചു. അത് റാഫേൽ ലിയോയുടെ കാലിൽ നിന്നാണ് ആ ഒരു ഗോൾ പിറന്നത്. ആ ഒരു ഗോൾ പിറന്നതോടെ പോർച്ചുഗൽ നിരയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സേഫസ്റ്റ് സോണിലായി യോഗ്യത, അതായത് നോക്കൌട്ടിലേക്ക് യോഗ്യതയിലേക്ക് സാധ്യത ഏറിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ 1-1 സമനില പാലിച്ച പോർച്ചുഗലിനെ അല്ല രണ്ടാം മത്സരത്തിൽ കണ്ടത്. ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണോ ടീം കളിക്കേണ്ടത് ഒരു ടീം ഗെയിമായി തന്നെയായിരുന്നു പോർച്ചുഗൽ നിരയിൽ ഒരു കളി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ 5 ഗോളുകൾ നേടുകയും അതേപോലെ തന്നെ അവസാന മത്സരത്തിൽ കൊളംബിയക്കെതിരായ മത്സരത്തിൽ ഒരു സമനില നേടിയാൽ പോലും ഈ ഒരു ലോകകപ്പ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടാൻ പോർച്ചുഗലിന് സാധിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു പ്രകടനം എന്ന് പറയുന്നത്. സേതു. ഓക്കെ കിലാഫ്, ശരി. ഇന്നലത്തെ മത്സരം അതിൽ പ്രത്യേകിച്ചും റോണോയെ കുറിച്ച് വിശകലനങ്ങൾ നടത്തുകയായിരുന്നു നമ്മുടെ കിലാഫ്.